ലീഗിന്റെ വാദം പൊളിയുകയാണ്. തളിപ്പറമ്പിൽ വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ച 600 ഏക്കറോളം ഭൂമി നരിക്കോട്ട് ഇല്ലത്തിന്റേത് എന്ന അവകാശികൾ രംഗത്ത് വരുന്നു. എഡ്യൂക്കേഷണൽ അസോസിയേഷൻ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലും ഭൂമി നരിക്കാട്ട് ഇല്ലത്തിന്റേത് എന്ന് പൂർവികർ വാക്കാൽ ലീസിന് നൽകിയതാണ് എന്നും വഖഫ് ബോർഡ് ഇപ്പോൾ അവകാശം ഉന്നയിക്കുന്ന ഭൂമി എന്നാണ് നരിക്കോട്ട് ഇല്ലത്തിന്റെ ഇപ്പോഴത്തെ അവകാശികൾ പറഞ്ഞത്. സർ സയ്യിദ് കോളേജ് കോടതിയിൽ നൽകിയ ഹർജിയിൽ ഇക്കാര്യം പ്രതിപാദിക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നു. തളിപ്പറമ്പ് നഗരത്തിലെ ഭൂരിഭാഗം സ്ഥലങ്ങളും ഒരു കാലത്ത് നരിക്കോട്ടില്ലത്തിൻ്റെതായിരുന്നു. നഗരത്തിലെ പലരുടെയും ആധാരങ്ങളിൽ ഉൾപ്പെടെ നരിക്കോട്ടില്ലത്തിന്റെ പേര് പരാമർശിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് തളിപ്പറമ്പിലെ 600 ഏക്കറോളം ഭൂമിക്ക് വഖഫ് ബോർഡ് അവകാശമുയർത്തിയത്. വഖഫ് ബോർഡിന് ഭൂമി നൽകി എന്നത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യമാണ് എന്ന് നരിക്കോട്ടില്ലത്തെ മുതിർന്ന കാരണവർ ചന്ദ്രശേഖരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞിരുന്നു. ഇത് വഖഫ് ബോർഡ് ഭൂമിയല്ല എന്നും തങ്ങളുടെ ഭൂമിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതേ ഭൂമിയിലാണ് കണ്ണൂർ ഡിസ്ട്രിക്ട് മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷൻ 1967 തളിപ്പറമ്പിൽ സർ സയ്യിദ് കോളേജ് തുടങ്ങിയത്. പ്രസ്തുത ഭൂമി വഖഫ് സ്വത്താണെന്ന് അവകാശം ഉന്നയിച്ച് തളിപ്പറമ്പ് ജമാഅത്ത് രംഗത്ത് വന്നപ്പോൾ അതിനെതിരെ എഡ്യൂക്കേഷണൽ അസോസിയേഷൻ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഭൂമി നരിക്കോട്ടില്ലത്തിൻ്റെതാണ് എന്ന് പറയുന്നുണ്ട്. നരിക്കോട്ടില്ലത്തിന്റെ അവകാശവാദത്തിന് ബലം നൽകുന്നതും എഡ്യൂക്കേഷണൽ അസോസിയേഷന്റെ ആ നിലപാടാണ്. കണ്ണൂർ തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ് ഭൂമി സംബന്ധിച്ച വഖഫ് വിവാദം പുതിയ തലത്തിലേക്ക് പോവുകയായിരുന്നു. തണ്ടപ്പേരിനെ ചൊല്ലി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിട്ട് ഹർജിയിൽ മാനേജ്മെന്റിന് വീഴ്ച പറ്റിയെന്ന് ജില്ലാ മുസ്ലിം ലീഗ് അധ്യക്ഷൻ തന്നെ സമ്മതിച്ചിരുന്നു. ലീഗിനെതിരെ പോർമുഖം തുറന്ന് CPM മുഖ്യമന്ത്രിയും രംഗത്ത് വന്നു. തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ് പാട്ടത്തിന് നൽകിയ വഖഫ് ഭൂമിയെ ചൊല്ലിയാണ് മുഖ്യമന്ത്രിയും CPM മുസ്ലിം ലീഗും നേരിട്ട് ഏറ്റുമുട്ടിയത്. സർ സയ്യിദ് കോളേജ് സ്ഥിതി ചെയ്യുന്ന 25 ഏക്കർ ഭൂമിയെ ചൊല്ലിയായിരുന്നു തർക്കം. തളിപ്പറമ്പ് ജമാഅത്ത് പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള 25 ഏക്കർ ഭൂമിയിലാണ് സർ സയ്യിദ് കോളേജിന്റെ കെട്ടിടങ്ങൾ. 1966 കോളേജ് ആരംഭിച്ചത്. 1967 അന്നത്തെ മുത്തവല്ലിയായ KV സൈനുദ്ദീൻ ഹാജി ഭൂമി അനുവദിച്ചത്. എന്നാൽ ഈ ഭൂമിക്ക് തങ്ങളാണ് നികുതി അടച്ചു വരുന്നത് എന്നാണ് കോളേജ് മാനേജ്മെന്റിന്റെ വാദം. ഇതിനെതിരെ 2021 2 സ്വകാര്യ വ്യക്തികൾ പരാതിയുമായി രംഗത്തെത്തിയതോടെ ആണ് വിവാദങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. പള്ളിയുടെ ഭൂമിക്ക് പള്ളി തന്നെ നികുതി അടയ്ക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം പരിഗണിച്ച തളിപ്പറമ്പ് തഹസീൽദാർ കോളേജിന്റെ പേരിലുള്ള തണ്ടപ്പേർ പള്ളിയുടെ പേരിലേക്ക് മാറ്റി നൽകുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങൾക്കിടെയാണ് കോളേജ് മാനേജ്മെന്റ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. പള്ളി മുത്തവല്ലി പാട്ടത്തിന് നൽകിയ ഭൂമിയുടെ നികുതി അടയ്ക്കുന്നതിന് തണ്ടപ്പേര് കോളേജിന്റെ പേരിലേക്ക് മാറ്റിത്തരണമെന്ന RDO കോടതിയിലെ കേസിൽ വിധി പറയുന്നത് തടയണം എന്ന ഹർജിയാണ് ഹൈക്കോടതിക്ക് മുമ്പിലുള്ളത്. ഈ സത്യവാങ്മൂലത്തിൽ പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി വഖഫല്ല എന്നും നരിക്കോട്ടില്ലത്തിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നതാണ് എന്നുമാണ് പറയുന്നത്. അതേസമയം കോളേജ് സ്ഥിതി ചെയ്യുന്ന ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടില്ല എന്നും കോളേജിനെ തകർക്കാനുള്ള ശ്രമമാണ് ഇത്തരം ആരോപണത്തിന് പിന്നിലെന്നുമെന്ന് ആണ് കോളേജ് മാനേജ്മെന്റ് പറയുന്നത്. ഹർജിയിലെ 12ാം ഖണ്ഡികയിൽ ഇത് വഖഫ് ഭൂമി അല്ല എന്നും നരിക്കോട്ടില്ലത്തിൻ്റെതായിരുന്നു എന്നുമുള്ള ഭാഗമാണ് വിവാദങ്ങൾക്ക് ഇടയാക്കിയത്. ശരിക്കും സർ സയ്യിദ് കോളേജ് മാനേജ്മെന്റ് ഭരിക്കുന്നത് മുസ്ലിം ലീഗ് നേതൃത്വമാണ്. ലീഗ് ഒത്താശയോടെ വഖഫ് ഭൂമി തട്ടിയെടുക്കാൻ കോളേജ് മാനേജ്മെന്റ് ശ്രമിക്കുന്നു എന്ന ആരോപണം ഉയർന്നു. എന്നാൽ ഈ ഹർജിയിലെ ഈ ഭാഗം അഭിഭാഷകന് പറ്റിയ പിഴവാണെന്നും തിരുത്തുമെന്നും ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. ഇതിനിടെയാണ് ഭൂമി തർക്കം രാഷ്ട്രീയ പോരാട്ടമായത്. പാർലമെന്റിൽ വഖഫ് ബില്ലിനെതിരെ വോട്ട് ചെയ്ത ലീഗിന്റെ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വഖഫ് ഭൂമി സ്വന്തമാക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് CPM ആരോപണം. വിഷയത്തിൽ ലീഗിനെ കടന്നാക്രമിച്ച് INL രംഗത്ത് വന്നു. പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വഖഫ് ഭൂമി തട്ടിയെടുക്കാൻ ലീഗ് നടത്തുന്ന ശ്രമമാണ് എന്ന് ആരോപിച്ച് CPM പ്രത്യക്ഷ സമരത്തിലേക്കും കടന്നു. കഴിഞ്ഞ ദിവസം തളിപ്പറമ്പ് നഗരത്തിൽ പ്രകടനവും നടത്തി. എന്തായാലും വിഷയത്തെപ്പറ്റി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വഖഫ് വിഷയത്തിൽ ഇരട്ടത്താപ്പാണ്. തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗിന്റെ വിചിത്രമായ നിലപാട് വഖഫ് വിഷയം കാപ്പട്ടിപൂർണ്ണമായാണ് അവർ ഉപയോഗിക്കുന്നത് എന്ന് തെളിയിക്കുന്നുണ്ട്. സർ സയ്യിദ് കോളേജ് മാനേജ്മെന്റ് ഭരിക്കുന്നത് മുസ്ലിം ലീഗ് നേതൃത്വമാണ്. തളിപ്പറമ്പ് നഗരസഭ മുൻ ചെയർമാനും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളുമായ മഹമ്മൂദ് അള്ളാങ്കുളം അടക്കമുള്ള നേതാക്കളാണ് മാനേജ്മെന്റിലുള്ളത്. വടക്കൻ മലബാർ മേഖലയിലെ സാമൂഹികവും രാഷ്ട്രീയവുമായി പിന്നാക്കം നിൽക്കുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി 1967 ഈ കോളേജ് ആരംഭിക്കുന്നത്. കോളേജ് തുടങ്ങാൻ ഭൂമി ഇല്ലാതിരുന്ന പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി ജസ്റ്റിസായി മാറിയ ജസ്റ്റിസ് ഖാലിദ്, അദ്ദേഹം അന്ന് CDMEA സ്ഥാപക പ്രസിഡന്റായിരുന്നു. തളിപ്പറമ്പ് ജുമാ മസ്ജിദ് മുതവലി KV സൈനുദ്ദീൻ ഹാജിക്ക് ഒരു അപേക്ഷ നൽകുന്നു. തളിപ്പറമ്പ് ജുമാ മസ്ജിദിന്റെ ഉടമസ്ഥതയിലുള്ള 25 ഏക്കർ ഭൂമി കോളേജിൽ തുടങ്ങാൻ വിട്ടു നൽകണം എന്നതായിരുന്നു ആവശ്യം. ഈ ആവശ്യം അംഗീകരിച്ച തളിപ്പറമ്പ് ജുമാ മസ്ജിദ് മുത്തവലി KV സൈനുദ്ദീൻ ഹാജി പ്രസ്തുത ഭൂമി CDMEA മാനേജ്മെന്റിന് പാട്ടത്തിന് നൽകണമെന്ന് വഖഫ് ബോർഡിന് അപേക്ഷ സമർപ്പിച്ചു. നിബന്ധനകൾ മുൻനിർത്തി മാനേജ്മെന്റിന് ഭൂമി നൽകാൻ വഖഫ് ബോർഡ് ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. ഉത്തരവ് അനുസരിച്ച് ജില്ലാ രജിസ്ട്രാർ P രാധാകൃഷ്ണ മേനോൻ മുമ്പാകെ ഫീസ് അടച്ച് തളിപ്പറമ്പ് ജുമാ മസ്ജിദ് മുത്തവലി KV സൈനുദ്ദീൻ ഹാജി 1ാം നമ്പർക്കാരനും CDMEA
DDMEA സ്ഥാപക പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ഖാലിദ് 2ാം നമ്പറുകാരനുമായി എഴുതിയ ലീസ് ആധാരപ്രകാരം സെയ്ദ് കോളേജ് നിർമ്മിച്ചു. 54 വർഷം വാടക നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിപ്പോൾ 2021 വരെ അതിൻ്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ നടന്നിട്ടുണ്ട്. 1967 കാലത്ത് മലബാറിൽ ജീവിച്ച പ്രഗത്ഭനായ നിയമവിദഗ്ധൻ, പിന്നീട് ഹൈക്കോടതിയിൽ ജസ്റ്റിസായി സേവനമനുഷ്ഠിച്ച വി ഖാലിദിനെ പോലുള്ള നിയമവിദഗ്ധരും CKP ചെറിയ മമ്മൂക്കി, പിലാക്കണ്ടി ഹുസൈൻ സാഹിബ് തുടങ്ങിയ സാമൂഹ്യ രാഷ്ട്രീയ വിദ്യാഭ്യാസ പ്രവർത്തകരും ചേർന്ന് നടത്തിയ ലീസ് ആധാരം നിലവിലെ ലീഗ് നേതാക്കളായ DDMEA ഇപ്പോഴത്തെ ഭാരവാഹികൾ തള്ളിപ്പറയുകയാണ്. സർ സെയ്ദ് കോളേജ് സ്ഥിതി ചെയ്യുന്ന വസ്തു തളിപ്പറമ്പ് ജുമാ മസ്ജിദിൻ്റെതല്ല എന്നും അത് നരിക്കോട് ഈറ്റിശ്ശേരി ഇല്ലം വകയാണ് എന്നാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വരെ ഉന്നയിച്ചിരുന്നത്. പള്ളിയുടെ ഉടമസ്ഥതയിൽ വർഷങ്ങളായുള്ള ഭൂമി വകഭൂമി അല്ല എന്ന നിലപാടെടുക്കാൻ ലീഗ് നേതൃത്വത്തെ പ്രേരിപ്പിച്ച് ചെയ്ത വികാരം എന്താണ് എന്നത് അവർ തന്നെ വ്യക്തമാക്കേണ്ടതാണ് എന്ന ആവശ്യവും ഉയർന്നിരുന്നു. എന്തായാലും അവിടെ ഒരു വലിയ ജനവികാരം നിലനിൽക്കുകയാണ്. എന്തുകൊണ്ട് വഖഫ് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിൽ ലീഗിന് പരസ്പര വിരുദ്ധമായ നിലപാടുണ്ടാകുന്നു? BJPയുടെ വഞ്ചനാപരവും വർഗീയ ലക്ഷ്യത്തോടെയുള്ള നിലപാടുകളെ തുറന്നുകാട്ടുകയും ശക്തമായി എതിർക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഇത്തരം ഇരട്ടത്താപ്പ് നയം ബന്ധപ്പെട്ടവർ ഉപേക്ഷിക്കുകയും വേണമെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടത്. എന്തായാലും കോളേജ് ഭൂമി വഖഫിൻ്റെതോ ഇല്ലത്തിൻ്റെതോ എന്ന ഒരു സംശയത്തിലായി മുസ്ലിം ലീഗ് അത് മുസ്ലിം ലീഗ് ആ സംശയത്തിലാകുമ്പോൾ മുതലെടുക്കാൻ CPM രംഗത്തുണ്ട്. ഇതിന് മുസ്ലിം ലീഗ് വിശദീകരണം നൽകിയിരുന്നു. എന്തായാലും കലക്കവെള്ളത്തിൽ മുസ്ലിം ലീഗിനെ പഴിചാരി മീൻ പിടിക്കാനാണ് മുഖ്യമന്ത്രിയും CPM ശ്രമിക്കുന്നത് എന്ന അഭിപ്രായങ്ങളും ഉയർന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ഇത് വഖഫ് ഭൂമി അല്ല എന്നുള്ള ഈ വാദം നിലനിൽക്കുമ്പോൾ തന്നെ മുസ്ലിം ലീഗ് ഒരു അഭിപ്രായവുമായി രംഗത്ത് വന്നിട്ടുണ്ട്, ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പ്രസ്തുത ഭൂമി വഖഫ് സ്വത്താണ് എന്ന കാര്യത്തിൽ ലീഗിന് സംശയമില്ല. കേരളത്തിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുസ്ലിം ലീഗ് നേതാക്കൾ മുൻകൈയെടുത്ത് പടുത്തുയർത്തിയിട്ടുണ്ട്. അതെല്ലാം ലീഗിന്റെ സ്ഥാപനങ്ങളുമല്ല. മുസ്ലിം ലീഗ് അതിൻ്റെ ഒന്നും അട്ടിപ്പേർ അവകാശം ഉന്നയിക്കുന്നുമില്ല. സർ സെയ്ദ് കോളേജിന്റെ കാര്യത്തിലും ലീഗ് നിലപാട് ഇത് തന്നെയാണ്. ലീഗുകാരല്ലാത്ത നിരവധി പേർ കോളേജിന്റെയും അതിന്റെ മാതൃസംഘടനയുടെയും തലപ്പത്തുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സർ സെയ്ദ് കോളേജിന്റെ തലപ്പത്തിരിക്കുന്നത് മുസ്ലിം ലീഗ് നേതാക്കളായതുകൊണ്ട് മാത്രം കോളേജിന്റെ ഉടമസ്ഥാവകാശം മുസ്ലിം ലീഗിൽ എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിനെ പഴിചാരി വിഷയം സജീവമായി നിലനിർത്താനുള്ള മുഖ്യമന്ത്രിയുടെയും CPMന്റെയും രാഷ്ട്രീയ ദുഷ്ടലാക്ക് ജനം തിരിച്ചറിയണം എന്നാണ് ഇപ്പോൾ ഇവർ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇവർ ഉന്നയിക്കുന്ന ഒരു വസ്തുത. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.